നമ്മൾ പലപ്പോഴും സത്യം തുറന്നു പറയാൻ നമ്മുടെ കേരള സമൂഹത്തിന് മടിയുണ്ട്. സത്യം തുറന്നു പറയുന്ന ആള് വർഗീയവാദമാണ്, ആളുകളെ വിഘടിപ്പിക്കാനാണ് എന്നൊക്കെ. അതായത് ഒരു അസത്യം പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നതാണ് വർഗീയത. സത്യം തുറന്നു പറയുന്നത് നമ്മൾ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നമ്മൾ സത്യം തുറന്നു കാണിക്കുകയാണ്. അതായത് 8ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇസ്ലാമിക് ഇൻവേർഷൻ നമ്മുടെ ഭാരതത്തിലെ സിന്ധിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടം തൊട്ട്, അതായത് ആദ്യമായിട്ട് വന്ന ഖാസി ആയാലും അല്ലെങ്കിൽ ഖിൽജി ആയിക്കഴിഞ്ഞാലും അതിനുശേഷം ബാബർ ആയിക്കഴിഞ്ഞാലും ടിപ്പു സുൽത്താൻ കഴിഞ്ഞാലും തൊട്ട് വാര്യംകുന്നൻ, അയാളും രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ച ആളാണല്ലോ. അപ്പോൾ നമ്മൾ രാജവംശം കൂട്ടുമ്പോൾ വാര്യംകുന്നനെ വരെ കൂട്ടണം. ഈ മുഴുവൻ സമൂഹത്തിനും ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രത്യേകത അത് കാഫിറുകൾക്കെതിരെയുള്ള യുദ്ധമായിരുന്നു. അത് എല്ലാ കാലത്തും അവർ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരാൾ സ്വയം ഞാൻ ചെയ്തത് ജിഹാദാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അവരുടെ പുസ്തകങ്ങൾ, അവരുടെ എഴുത്തുകൾ കണ്ടിട്ട് എന്തിനാണ് ഇടത് ചരിത്രകാരന്മാരും നിഷ്പക്ഷരെന്ന് പറയുന്ന ആളുകളും അല്ല അവർ ചെയ്തത് ജിഹാദ് അല്ല എന്ന് പറയാൻ പോകുന്നത്? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തത് ജിഹാദാണ് എന്ന്. അതായത് ഇസ്ലാമിക് ഇൻവേഷൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, മനുഷ്യരെ നിർബന്ധിച്ച് മതം മാറ്റുക, പശുവിനെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ച് കൊന്ന് രക്തം ഒഴുക്കുക, രക്തവും പശുവിന്റെ ആന്തരിക അവയവങ്ങളും ഒഴുക്കുക. ഇത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്റെ കുളം മുഴുവൻ പശുവിന്റെ രക്തം കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇത് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പു ചെയ്തിട്ടുണ്ട്. എന്തിനേറെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാകിസ്ഥാനിൽ വെച്ച് ഹിന്ദുക്കളെ കൂട്ടമായി ക്യൂവിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വാള് വേണോ അതോ ഞങ്ങളുടെ മതം സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് മതം സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പശുമാംസം കൊടുത്താണ് അവരെ മതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇക്കാര്യങ്ങൾ ചരിത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഈ 8ാം നൂറ്റാണ്ട് മുതൽ ഈ കഴിഞ്ഞ 1947 വരെയുള്ള സമയത്തൊക്കെ മുഴുവൻ ഭാരതത്തിലും പാകിസ്ഥാനിലും കണ്ട കാര്യമാണ്. അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, സമ്പത്ത് സ്വന്തമാക്കുക എന്നതിലുപരി ഈ രാജാക്കന്മാരും ഈ വ്യക്തികളും ഒക്കെ തന്നെ ഇത് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള മാർഗവും തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ കൊന്നൊടുക്കാനുള്ള മാർഗവും ഒക്കെ തന്നെ ആ രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയ ഒന്നാണ്. അതിനെന്തിനാണ് വെള്ളം പൂശുന്നത്?